ഈ വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനോ വായിക്കാനോ അറിയാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. കാരണം വളരെ തുടക്കക്കാരായിട്ടുള്ള ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ് നമ്മൾ പറയുന്നത്. ഏതൊരു തുടക്കക്കാരനും ഏത് പ്രായത്തിലും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഏതൊരു സാധാരണക്കാരനും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പഠിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ കുറച്ച് മെത്തേഡുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ആദ്യം നമുക്ക് എങ്ങനെ വായിക്കാൻ പഠിക്കാൻ നോക്കാം അല്ലേ. ഇംഗ്ലീഷ് വായിക്കാം അല്ലേ. ആദ്യത്തെ പ്രോസസ്സാണ് ലേൺ ദ ആൽഫബറ്റ് എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള 26 അക്ഷരങ്ങളും കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന വാക്കാണ്, എ ബി സി എന്ന് പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയണം. അപ്പോൾ അത് ഈ ABCD നിങ്ങൾ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. സ്റ്റെപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിത് വർക്കൗട്ട് ആവില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലിയർ ആയാലോ, ABCD പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡ് ഫോണിക്സ് എന്ന് പറയുന്നത്. ഫോണിക്സ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മലയാളികൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു 10ാം ക്ലാസ് പ്ലസ് 2 ഡിഗ്രി വരെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പല ആളുകൾക്കും ഇംഗ്ലീഷ് നല്ല രീതിയിൽ വായിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ വേണ്ടാത്ത രീതിയിൽ എഴുതാൻ അറിയില്ല. ഇതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് പറഞ്ഞത് ഈ ഫോണിക്സ് എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ സ്കൂളുകളിലൊന്നും അതങ്ങനെ കാര്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊന്നും അതിനത്ര പ്രാധാന്യമില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ല എന്തായാലും കുറേ നേരമല്ലോ ഫോണിക്സ് എന്ന് പറയുന്നത് എന്താ സംഭവം എന്നല്ല. ഫോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാക്കുകളുടെയും സൗണ്ടാണ്. ആ സൗണ്ടിനെയാണ് നമ്മൾ ഫോണിക്സ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാല നമ്മൾ ആദ്യം പറഞ്ഞു ഇംഗ്ലീഷ് അക്ഷരമാല വായിച്ചു പഠിക്കണം അല്ലേ, അല്ലെങ്കിൽ പറഞ്ഞു പഠിക്കണം. അതിൽ ഐ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും ഐ അല്ലേ, ഐ. പക്ഷേ ഈ ഐ എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ സൗണ്ട് വരുന്നത് ഇ എന്നാണ്. ഇ. ഇന്ത്യയുടെ സ്പെല്ലിംഗ് നോക്കിയാൽ INDIA. ഇന്ത്യ എന്നല്ല നമ്മൾ വായിക്കുന്നത്, ഇന്ത്യ അല്ലേ, ഇ ഇന്ത്യ. ഇപ്പോൾ IRAN ഇറാൻ, ഇറാഖ്. ഇതൊന്നും ഈ വെച്ചല്ല തുടങ്ങുന്നത്, ഇതൊക്കെ ഐ വെച്ചാണ് തുടങ്ങുന്നത്. A ഫോർ ആപ്പിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ യൂട്യൂബിൽ പോവുക, ഇംഗ്ലീഷ് ഫോണിക്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സായിപ്പന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ആളുകളോ ചെയ്തിട്ടുള്ള വീഡിയോകൾ വരും. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ പാട്ട് രൂപത്തിലൊക്കെയുള്ള വീഡിയോകളോ ഉണ്ടാവാം. 26 ലെറ്റേഴ്സിൻ്റെയും സൗണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തൊരു റീഡിങ് അല്ലെങ്കിൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. APPLE അങ്ങനെ എഴുതി വിചാരിക്കാം. അപ്പോൾ ഏടെ സൗണ്ട് ആണെന്നറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏപ്പിൾ എന്ന് വായിക്കും അല്ലേ. അപ്പോൾ ആന്നറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആപ്പിൾ എന്ന് വായിക്കുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആ ബ ക എന്നൊക്കെ പറഞ്ഞിട്ട് ABC എന്നൊക്കെ പറഞ്ഞിട്ട് പല വാക്കുകൾക്കും പലതരത്തിലുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോണിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഇതൊരു ബേസിക്കാണ്, പക്ഷേ വൺ ടൈം ആയിട്ട് നിങ്ങൾ പഠിച്ചെടുത്താൽ മതി. ഇനി 2 അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ സൗണ്ട് മാറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം നമ്മളിങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുമ്പോൾ നമ്മളിതൊക്കെ ബേസിക്കായിട്ട് പഠിച്ചു വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫോണിക്സ് നിർബന്ധമായിട്ടും പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വായിക്കാൻ പറ്റില്ല. അടുത്ത സംഭവമാണ് സൈറ്റ് വേർഡ്സ്. സൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിക്സിൻ്റെയും ഈ റൂൾസും റെഗുലേഷനും ഒന്നും ബാധകമില്ലാത്ത സംഭവമാണ്. നമ്മൾ മറ്റേ പടത്തിൽ ഫാസിൽ പറഞ്ഞ പോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എങ്ങൾക്കില്ല, ഉങ്ങൾക്കിരുന്ന മീറപ്പെടും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞങ്ങൾക്കില്ല എന്ന് പറയില്ല. അപ്പോൾ അതേപോലെ ഇവർക്ക് റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഐന് ഇ എന്നാണ് സൗണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇന്ത്യ ഇറാൻ എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ അടുത്തൊരു വാക്ക് പറഞ്ഞു തരട്ടെ, ഐസ്ക്രീം. അപ്പോൾ എന്തുകൊണ്ടത് ഈ സ്ക്രീം എന്ന് പറഞ്ഞില്ല, ഐസ്ക്രീം അല്ലേ. ഐസ്ലാൻഡ്, അയർലാൻഡ്. അപ്പോൾ ഇവിടെ കൈയാണ്, ഇവിടെ ഒന്നും ഈ അല്ല. അപ്പോൾ അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഇംഗ്ലീഷ് കുറച്ച് ട്രിക്കി ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ സൈറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല. നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മൾ തന്നെ എന്ന് പറയുന്ന രീതിയിലുള്ള വാക്കുകൾ തന്നെയാണ് സൈറ്റ് വേർഡ്സ് എന്ന് പറയാം. എന്നെ കാണുമ്പോൾ മണി എന്ന് വിളിച്ചാൽ മതി. എടോ താനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ഞാൻ പറയും ഞാനാണെന്ന്, എനിക്കൊരു തണ്ടിനും പേടിയില്ല. അതായത് ഏത് സാഹചര്യത്തിലായാലും ഈ വാക്ക് അങ്ങനെ തന്നെ വായിക്കുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഉദാഹരണം ദ, ആൻഡ്, ഈസ്. ഇത്തരത്തിലുള്ള ഒരുപാട് വാക്കുകളുണ്ട്. 100 വാക്കുകൾ മിനിമം ഉണ്ടാവും. ഈ വാക്കുകൾ നമ്മളൊരു പാരഗ്രാഫ് മൊത്തം വായിക്കാനെടുക്കുകയാണ്. ഈ വായിക്കാനെടുത്ത് കഴിഞ്ഞാൽ ഒരു
അതിൻ്റെ ഒരു 30% ചിലപ്പോൾ സൈറ്റ് വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സൈറ്റ് വേർഡ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30% വായിക്കാമെന്ന് ഉറപ്പായി. ഈ സൈറ്റ് വേർഡ്സ് എല്ലായിടത്തും ഒരേപോലെയാണ് വരിക. എല്ലാവരും എല്ലാ രാജ്യക്കാരും ഒരേപോലെ തന്നെയാണ് സംസാരിക്കുക. ആരും ഇത് മാറ്റി പറയൊന്നുമില്ല. അപ്പോൾ സൈറ്റ് വേർഡ്സ് ഗൂഗിളിൽ പോവുക, ബേസിക് ഇംഗ്ലീഷ് സൈറ്റ് വേർഡ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റ് വേർഡ്സ് കാണിച്ചു തരും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സൈറ്റ് വേർഡ്സിൻ്റെ ഒരു വീഡിയോ തുടക്കക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാം. ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ സൈറ്റ് വേർഡ്സ് പഠിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? ആദ്യം ABCD പഠിക്കണം. ABCD പഠിച്ചു കഴിഞ്ഞാൽ A to Z വരെയുള്ള എല്ലാ അക്ഷരങ്ങളുടെയും സൗണ്ട് നമ്മൾ പഠിക്കണം. സൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ അടുത്തതാണ് സൈറ്റ് വേർഡ്സ് പഠിക്കണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ 3 പ്രോസസ്സാണ് 1, 2, 3 എന്ന് പറഞ്ഞാൽ ചെയ്യണം കേട്ടോ. നാലാമത്തെ എന്താ നോക്കാം നമുക്ക്. നാലാമത്താണ് സിമ്പിൾ സെൻറ്റൻസ്. അടുത്ത് വായിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ സെൻറ്റൻസ്, ഉദാഹരണം പറഞ്ഞാൽ ദ കാറ്റ് സിറ്റ്സ്, പൂച്ചയിരുന്നു. ദ കാറ്റ് സിറ്റ്സ് അല്ലെങ്കിൽ ദ കാറ്റ് ജംപ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ വാചകങ്ങളല്ല, സിമ്പിളാണ്, പക്ഷേ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്. പൂച്ച ഇരുന്നു, പൂച്ച ചാടി, അയാൾ വന്നു, ഞാൻ പോയി. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ ഉണ്ടാവും, 2-3 വാക്കുകൾ മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ സെൻറ്റൻസുകൾ എന്ന് പറയും. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസുകൾ വരുന്ന ബുക്കുകൾ സംഭവങ്ങളൊക്കെ നമ്മൾ വായിച്ച് പഠിക്കുക. ഒരിക്കലും തുടക്കത്തിൽ നിങ്ങൾ വായിച്ചു പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ജേണൽസോ നോവലുകളോ ബുക്കുകളോ വലിയ സംഭവങ്ങളോ ഒന്നും എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാനിപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ്, 10-25 വയസ്സായ ആളാണ്, 10-30 വയസ്സായ ആളാണ്, ഞാൻ ഇംഗ്ലീഷ് വായിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും കടുകട്ടി പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അത് വായിക്കാൻ കിട്ടില്ല. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അത് വായിച്ചാലും ഒന്നും മനസ്സിലാവില്ല. മൂന്നാമത്തെ പോയിന്റ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ബോറടിച്ചിട്ട് ആ പരിപാടി നിർത്തും, അല്ലേ? ലീപ്പ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുള്ള പോലെ നമ്മൾ ആ പരിപാടി നിർത്തും. അത് നമ്മൾ ഇതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സംഭവം അവസാനിപ്പിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് കുഞ്ഞു കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലോ നഴ്സറിയിലോ പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ കിട്ടും. ആ പുസ്തകങ്ങൾ മേടിക്കുക, അത് വായിക്കുക. അപ്പോൾ അതിനകത്ത് ദ കാറ്റ് സിറ്റ്സ്, ദ കാറ്റ് ജംപ്, അങ്ങനെ കുഞ്ഞു വാചകങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള വാചകങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അടുത്താണ് പിക്ചർ ബുക്സ്. ഇപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് പറ്റിയുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുള്ള കുട്ടികളുള്ള സ്റ്റോറി ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചർ ബുക്കായിരിക്കും. ആ ഒരു ഫുൾ പേജ് പിക്ചർ കൊടുത്തിട്ട് 2 ലൈൻ മാത്രമേ സ്റ്റോറി എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഞാൻ വേണമെങ്കിൽ ഉദാഹരണം നോക്കട്ടെ, അവിടെ പിള്ളേരുടെ സ്റ്റോറി ബുക്സ് എന്തെങ്കിലും ഉണ്ടാവും. ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ അവിടെ ചെക്കൻ്റെ സ്റ്റോറി ബുക്കാണ് കേട്ടോ. നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറി ബുക്കാണ്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫുൾ പിക്ചറാണ്. 2 ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, 2 സെൻറ്റൻസ്. എ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഇൻ എ ലിറ്റിൽ ഹൗസ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ്. ഇതാണ് അവർ എഴുതി വെക്കുന്നത്. ഇത് വായിച്ചിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത് വായിച്ചില്ലെങ്കിലും വിചാരിക്കുക. ഒരാൾ ഷൂ ഉണ്ടാക്കുന്ന ആൾ, ഇത് അയാളുടെ ഭാര്യ, ഒരു കുഞ്ഞ് വീട്, ഈ വീടിൻ്റെ വിൻഡോ കൂടെ പുറത്ത് കാണുന്നത് ഫോറസ്റ്റാണ്. അതായത് അവർ ഫോറസ്റ്റിൻ്റെ അടുത്താണ് താമസിക്കുന്നതെന്ന്. ഒരു ഷൂ ഉണ്ടാക്കുന്ന ആളും അയാളുടെ ഭാര്യയും ഒരു കുഞ്ഞു വീട്ടിൽ ഫോറസ്റ്റിനടുത്ത് താമസിക്കുന്നു എന്നുള്ളത് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് തന്നെയാണ് ഇവിടെ ആക്കുന്നത്. എ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഇൻ എ ലിറ്റിൽ ഹൗസ് അറ്റ് ദ എഡ്ജ് ഓഫ് എ ഫോറസ്റ്റിൻ്റെ അടുത്ത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു പുസ്തകങ്ങളാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, എല്ലായിടത്തും വലിയ പടങ്ങൾ 1-2 സെൻറ്റൻസുകൾ, വലിയ പടങ്ങൾ 1-2 സെൻറ്റൻസുകൾ. ഇത്തരത്തിലുള്ള പുസ്തകങ്ങളാണ് നമ്മൾ വായിച്ച് പഠിക്കേണ്ടത്. ക്ലിയർ ആയില്ലേ? ഇതിൻ്റെ ബാക്കിൽ അവരുടെ ഒരു 50 ബുക്കിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പിക്ചർ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഇമോഷൻ നമുക്ക് മനസ്സിലാവും, കറക്റ്റ് അർത്ഥം നമുക്ക് മനസ്സിലാവും. ആ സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ സെൻറ്റൻസ് വായിച്ചിട്ട് അർത്ഥം മനസ്സിലായില്ലെങ്കിലും സെൻറ്റൻസ് വായിച്ചിട്ട് നമ്മൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിൽ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വേണം തുടക്കത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ. ഇത് ഇനി എഴുതി പഠിക്കാൻ എന്താ ചെയ്യുക? ഇപ്പം നമ്മൾ വായിക്കാൻ പഠിച്ചു അല്ലേ, ഇനി എഴുതാൻ എന്ത് വേണം? ഒന്നാമതാണ് പ്രാക്ടീസ് ഹാൻഡ് റൈറ്റിംഗ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ABCD നമ്മളവിടെ വായിച്ചു പഠിച്ചു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചുവെങ്കിൽ, ഇവിടെ നമ്മൾ ABCD ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്മൾ എഴുതി പഠിക്കണം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈ ഇറ്റാലിക്സിലും ഇതിലൊക്കെ എഴുതി പഠിച്ചിട്ടുണ്ട്. 2 വരെ 4 വരെയൊക്കെ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ടാവും. ആ സംഭവം പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എഴുതി തന്നെ പഠിക്കണം. കാരണം ഈ ലെറ്ററുകളൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്കൊരു ഇംഗ്ലീഷ് എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതാണ്
ബേസിക് വേർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സൈറ്റ് വേർഡ്സിൽ പെട്ട അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള വാക്കുകൾ എല്ലാം നമ്മൾ എഴുതി പഠിക്കണം. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ ഈ ബേസിക് ആയിട്ടുള്ള വാക്കുകളുടെ സ്പെല്ലിംഗ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. കാരണം അത് കാണാപ്പാടം വൺ ടൈം പഠിച്ചു വെച്ചാൽ മതി. നമ്മളിങ്ങനെ ഓർത്തോർത്ത് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ മാത്രമേ അത് അങ്ങനെ വരുന്നുള്ളൂ. പുതിയ വാക്കുകളെ പോലെ അത് മാറി മാറി വരുന്നല്ലോ. അപ്പോൾ സൈറ്റ് വേർഡ്സ് കാണാപ്പാടം വായിക്കാനും പഠിക്കണം, എഴുതാനും പഠിക്കണം. അടുത്തതാണ് ഇപ്പോൾ നമ്മൾ കുറേ വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ദാ എന്നുള്ള ഒരു സൈറ്റ് വേർഡ് ഉണ്ട്, ഡോഗ് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്കറിയാം, റൺ എന്നറിയാം. അപ്പോൾ നിങ്ങളോടൊരു സിമ്പിൾ സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ദ ഡോഗ് റൺസ്. പട്ടി ഓടിപ്പോയി. അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണല്ലോ. ആര് ഓടിപ്പോയി? പട്ടി ഓടിപ്പോയി. പട്ടി എന്ത് ചെയ്തു? പട്ടി ഓടിപ്പോയി. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ കർത്താവ്, കർമ്മം, ക്രിയ എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് വരുന്നത് കൊണ്ട് അതൊരു പ്രോപ്പർ സെൻറ്റൻസ് ആണ് ദ ഡോഗ് റൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ എഴുതി പഠിക്കുക, കാണാപ്പാടെ എഴുതി പഠിക്കുക. തെറ്റുകൾ പറ്റിയാലും കുഴപ്പമില്ല, വീണ്ടും കറക്റ്റാക്കാം. അടുത്തതാണ് നമ്മൾ പുതിയ വാക്കുകൾ പഠിച്ചിട്ട് നമ്മൾ ആ വാക്കുകൾ ഒരു വാക്ക് പഠിക്കുക. ആ ഒരു വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോണിക്സ് ഉപയോഗിച്ചിട്ട് ഈ വാക്കിൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണ് വരിക എന്ന് ആലോചിച്ച് നമ്മൾ എഴുതി പഠിക്കണം. എഴുതി നോക്കിയിട്ട് അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഒറിജിനൽ വേർഷനായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഐക്ക് പകരം ഇ വന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് സിക്ക് പകരം ഡി വന്നത് എന്നൊക്കെയുള്ള പോലെ പല കാര്യങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ രണ്ട് ലെറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സൗണ്ട് വരുന്നത്, ഇവിടെ ഇങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ ലെറ്റർ ഇവിടെ എക്ക് പകരം ഇവിടെ ബി വന്നത്, അല്ലെങ്കിൽ ബിക്ക് പകരം ഇവിടെ സി വന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരു സംഭവമാണ് ഉറക്കേനെ വായിക്കുക എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഉറക്കേനെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ ചൈനീസ് എന്ന് പറയുന്ന ഒരു ഭാഷയിൽ ഒരു വാചകം പറഞ്ഞു നോക്കുക, നിങ്ങൾക്കത് പറയാൻ കിട്ടില്ല. കാരണം അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ സ്റ്റൈല്, ചുണ്ടിൻ്റെ സ്റ്റൈല്, വായ പിടിക്കുന്ന സ്റ്റൈലൊക്കെ വ്യത്യാസമായതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണഗതിയിൽ മലയാളം സംസാരിക്കുന്ന ഒരു ടോണിന്ന് പെട്ടെന്ന് നമുക്ക് ചൈനീസ് പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിച്ചാൽ മാത്രമാണ് ആ വാക്കുകൾ എങ്ങനെ പറയുക എന്നുള്ളതും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പറയുമ്പോൾ എത്തരത്തിലാണ് അതിൻ്റെ സൗണ്ട് പുറത്തോട്ട് വരുന്നത് എന്നും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഉറക്കെ വായിച്ച് പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ മനസ്സിൽ പാട്ട് പാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യേശുദാസിൻ്റെ പോലെ തന്നെ പാടുന്നു നമുക്ക് തോന്നാൻ സാധ്യതയുണ്ടെങ്കിലും നമ്മൾ ഉറക്കെ പാടുമ്പോൾ അത് വേറെ രീതിയിലായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിൽ ബുക്ക് വായിക്കുന്നതും ഉറക്കേനെ പുസ്തകം വായിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ആരില്ലാത്ത സമയത്ത് ഉറക്കേനെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്തൊരു സംഭവമാണ് കീപ്പ് എ ജേണൽ എന്ന് പറയുന്നത്. ഈ ജേണൽ മെത്തേഡ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കാനും ആഗ്രഹമുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പൊട്ടത്തരവും എഴുതാൻ പറ്റുന്ന, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന, നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ജേണൽ എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ഡയറി മേടിക്കുക, അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകം മേടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് വായ തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും ഒക്കെ എഴുതാൻ പറ്റിയിട്ടുള്ള കീഴടങ്ങുന്ന ഒരു സംഭവമാണ് ജേണൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, എങ്ങനെ വായിക്കാൻ പഠിക്കാം, എങ്ങനെ എഴുതാൻ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് ഇത് എഴുതാനും വായിക്കാനും പറ്റില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റും, ഇതൊന്നും എഴുതാതെയും വായിക്കാതെയും നമുക്ക് സംസാരിക്കാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, തമിഴിലുള്ള അത്യാവശ്യം ഡയലോഗുകൾ നമുക്ക് തിരിച്ച് പറയാനും അറിയാം. ആര് നമ്മളോട് തമിഴിൽ സംസാരിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ കേട്ടാലും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടും അത്യാവശ്യം തിരിച്ചു പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുത്തിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ, കൂടുതൽ ലിസൺ ചെയ്താൽ, പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എഴുതണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാതും നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ചേട്ടാ എനിക്ക് ഇംഗ്ലീഷും വായിക്കാനും എഴുതാനും അറിയുന്നില്ല എന്ന് ആരും പറയരുത്. ഈ അറിയാത്തതിൻ്റെ ഒരു കാരണം ഈ പറഞ്ഞ സ്റ്റെപ്പുകളൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ. എഴുതാനും വായിക്കാനും അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുത്തോട്ടാ, ആർക്കൊരു ഉപകാരപ്രദമാവട്ടെ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.